സാർ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2026-27 വർഷത്തിൽ EPEP 2.0 എന്ന പേര് തുടരുന്നതാണ്. ദാരിദ്ര്യമുക്തമായ കുടുംബങ്ങളെ തുടർന്ന് പിന്തുണയ്ക്കാനും അവർക്ക് വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് മടങ്ങുന്നത് തടയാനുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പദ്ധതി നടപ്പിലാക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗ്യാപ് ഫണ്ടായി 2 കോടി രൂപ വകയിരുത്തുന്നു. സർ, കിലയ്ക്ക് 32.5 കോടി രൂപ വകയിരുത്തുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുള്ള പരിശീലനത്തിനും ഗ്രാമനഗര പ്രദേശങ്ങളിലെ സേവനം മെച്ചപ്പെടുന്നതിനും പ്രത്യേക ഊന്നൽ നൽകും. മുൻവർഷത്തെ അപേക്ഷിച്ച് 3.18 കോടി രൂപയുടെ വർധനവ് ആണിത്. കിലയിൽ ഒരു അംബേദ്കർ അനുവദിക്കുന്നതിനായി 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഇൻഫർമേഷൻ കേരള മിഷൻ ഉള്ള വിഹിതം 10 കോടി രൂപയായി വർദ്ധിപ്പിക്കുന്നു. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റികളുടെ പ്രവർത്തനത്തിനായി 20.2 കോടി രൂപ നൽകുന്നു. ഉപജീവന ദൗത്യങ്ങൾ ദേശീയ ഗ്രാമീണ ഉപജീവന ദൗത്യത്തിൻ്റെ ഭാഗമായി ജനറൽ പട്ടികജാതി പട്ടികവർഗ ഘടകങ്ങൾക്കുള്ള സംസ്ഥാന വിഹിതമായി 99.9 കോടി രൂപ വകയിരുത്തുന്നു. മുൻവർഷത്തെ അപേക്ഷിച്ച് 36.8 കോടി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സർ, ദീൻദയാൽ ഉപാധ്യായ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം ജൻ ആജീവിക യോജന ഷെയറിൻ്റെ ഭാഗം കേരളത്തിൻ്റെ സംസ്ഥാന വിഹിതമായി 39 കോടി രൂപ വകയിരുത്തുന്നു. സർ, പ്രധാനമന്ത്രി ആവാസ് യോജന കേന്ദ്ര വിഹിതം വളരെ കുറവായതിനാൽ ഈ പദ്ധതി ലൈഫ് മിഷനുമായി സംയോജിപ്പിച്ചാണ് നടപ്പാക്കുന്നത്. ഇതിലൂടെ ഓരോ വീടിനും 4 ലക്ഷം രൂപ വീതം ഉറപ്പാക്കുന്നു. PMAY ഗ്രാമീൺ പദ്ധതിയുടെ യൂണിറ്റ് നിരക്ക് 1.2 ലക്ഷം രൂപ മാത്രമാണ്. PMY അർബൻ പദ്ധതിയുടെ യൂണിറ്റ് ചെലവ് 2 ലക്ഷം രൂപ മാത്രമാണ്. ഈ 2 പദ്ധതികളുടെ യൂണിറ്റ് നിരക്ക് 4 ലക്ഷം രൂപയായി ഉയർത്തുന്നതിനുള്ള ബാക്കി തുക തദ്ദേശ സർക്കാരുകളാണ് നൽകുന്നത്. PMAY ഗ്രാമീണ തൊഴിൽ മേഖലയിലെ 40% സംസ്ഥാന വിഹിതം നൽകുന്നതിനായി ആകെ 110.01 കോടി രൂപ വകയിരുത്തുന്നു. PMGSY സർ, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജനയ്ക്ക് കീഴിൽ സംസ്ഥാന വിഹിതമായി 95 കോടിയും ഗ്രാമീണ റോഡുകളുടെ അറ്റകുറ്റപ്പണിക്കായി 30 കോടിയും വകയിരുത്തുന്നു. കാസർഗോഡ്, ഇടുക്കി, വയനാട്, കുട്ടനാട് പാക്കേജുകൾ. സർ, കാസർഗോഡ് വികസന പാക്കേജിനായി അധികമായി 80 കോടി രൂപ വർദ്ധിപ്പിക്കുന്നു. കുട്ടനാട് പാക്കേജിന് 75 കോടി രൂപ വകയിരുത്തുന്നു. വയനാട് പാക്കേജിന് 80 കോടി വകയിരുത്തുന്നു.